നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയിലുകളിൽ തടവുകാരെ എല്ലാവരും സി ക്ലാസ് തടവുകാരായിട്ട് കണക്കാക്കണം എന്നുള്ളതാണ് നമ്മളുടെ ചട്ടങ്ങൾ. സി ക്ലാസ് തടവുകാരായിട്ട്, അത് ജയിലിൻ്റെ നിയമം അനുസരിച്ചിട്ടുള്ള എല്ലാ തടവുകാരും സി ക്ലാസ് തടവുകാരാണ്. പക്ഷേ ചില തടവുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ്സുകളിൽ ചില വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് ഒന്നിൽ കോടതിക്ക് അതല്ലെങ്കിൽ സർക്കാരിന് അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില സൗകര്യങ്ങൾ ചില തടവുകാർക്ക് നൽകുന്ന ചട്ടങ്ങൾ നമ്മളുടെ നിയമങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള ചില തടവുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും തരത്തിൽ സർക്കാരോ കോടതിയോ അവർക്ക് ഈ സൗകര്യങ്ങൾ നൽകണം എന്നാവശ്യപ്പെടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ബി ക്ലാസ് തടവുകാരായിട്ട് കണക്കാക്കി അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. സ്പെഷ്യൽ ക്ലാസ് തടവുകാർ എന്നുള്ള രീതിയിലേക്കൊരു ക്ലാസിഫിക്കേഷനുണ്ട്. അതും അത്തരം തടവുകാരുടെ ക്ലാസിഫിക്കേഷനും ജയിൽ വകുപ്പ് അല്ല തീരുമാനിക്കുന്നത്, മറിച്ച് അത് ജുഡീഷ്യറിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ തീരുമാനിക്കുമ്പോഴാണ്. അത് ഇതിനകത്ത് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സി ക്ലാസ് തടവുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ കിടക്ക സൗകര്യങ്ങൾ, അതുപോലെ ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങൾ, മുറിക്കകത്ത് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ ഇതെല്ലാം ഒരുപോലെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും ഒരുപോലെയുള്ള ഭക്ഷണം, ഒരുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം കൊടുക്കും. പക്ഷേ ഈ സ്പെഷ്യൽ ക്ലാസ്സിലോ അതല്ലെങ്കിൽ ബി ക്ലാസ്സിലോ വരുന്ന തടവുകാർക്ക് അഡീഷണലായിട്ട് വരുന്ന ഒരു സൗജന്യം എന്ന് പറയുന്നത് അവർക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ട് കട്ടിൽ നൽകണം എന്നുള്ളതും, അതുപോലെ തന്നെ ഇരിക്കാൻ മേശ, കസേര എന്നിവ നൽകണം. അതുപോലെ ഫാന് നൽകുന്നത് ഉറപ്പിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇതിനോട് ചേർന്ന് നൽകണം. ഇത്രയും കാര്യങ്ങൾ അവർക്ക് അഡീഷണലായിട്ട് നൽകുക എന്നുള്ളതാണ്. ബാക്കി ഭക്ഷണത്തിൻ്റെ കാര്യത്തിനകത്ത് അവർക്ക് പ്രത്യേകതയൊന്നുമില്ല, എല്ലാം സാധാരണ ഭക്ഷണമാണ്. സ്പെഷ്യൽ ക്ലാസ് വരുമ്പോഴത്തേക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒരു ചെറിയ വ്യത്യാസം വരുന്നു. അവർക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ഭക്ഷണമോ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ തരത്തിലാണ് ജയിലിലെ സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭക്ഷണവും സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിലപാട്. 2001-2006 വർഷങ്ങളാണ് ഞാൻ മഞ്ചേരി, വിയ്യൂർ ജയിലുകളിലായിട്ട് പ്രവർത്തിച്ചത്. അതിനുശേഷം 2006 ശേഷം ഞാൻ തിരുവനന്തപുരത്തേക്ക് വീണ്ടും മടങ്ങി വരുന്ന സാഹചര്യമായിരുന്നു. തിരുവനന്തപുരത്ത് ആദ്യം ജില്ലാ ജയിലിലും പിന്നീട് സെൻട്രൽ ജയിലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിൽ ഞാൻ ഈ ഘട്ടങ്ങളിൽ ജോലി ചെയ്തു. വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ. ജില്ലാ ജയിലിലെ ജോലി വ്യത്യസ്തമായിട്ടുള്ള ജോലിയാണ്. സെൻട്രൽ ജയിലിൽ കുറച്ചുകൂടെ ഡ്യൂട്ടി ക്രമങ്ങളിലും അതിൻ്റെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ലെക്ചറർ എന്നുള്ള രീതിയിലാണ് ജോലി ചെയ്യേണ്ടത്. അങ്ങനെ 3 തരത്തിലുള്ള ജോലികളും ഈ കാലഘട്ടത്തിൽ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ജില്ലാ ജയിലിൽ അത് റിമാൻഡ് തടവുകാർക്ക് വേണ്ടിയിട്ടുള്ള ജയിലാണ്. 6 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരുമുണ്ട്. അന്നത് അട്ടക്കുളങ്ങരയിലാണ് ആ ജയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടുത്തെ റിമാൻഡ് തടവുകാരുടെ കാര്യത്തിനകത്തിൽ നേരത്തെ റിമാൻഡ് തടവുകാരുള്ളപ്പോഴൊക്കെ ഉള്ളൊരു പ്രശ്നം, പലപ്പോഴും ഈ ജയിലിനുള്ളിലുള്ള സംഘർഷങ്ങൾ, ജയിലിനുള്ളിൽ അവരെ നിയന്ത്രിക്കുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിരിക്കും. കാരണം റിമാൻഡ് തടവുകാരെ നമ്മളെല്ലായ്പ്പോഴും മുറിക്കുള്ളിൽ അവരെ ഐഡിയലായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. കാരണം അവർ നിരന്തരമായിട്ട് കോടതികളിൽ പോകുന്നു, കോടതികളിൽ നിന്ന് മടങ്ങി വരുന്നു, ആ കേസിൻ്റെ വിചാരണ നടക്കുന്നു, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവരെ എന്തെങ്കിലും ഒരു സ്ഥായിയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് അവരെ നിയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. മറ്റൊന്ന്, ഈ അഡ്മിഷൻ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിനുള്ളിലേക്ക് വരുന്നവർ, അതുപോലെ തന്നെ ജാമ്യം വ്യവസ്ഥ ലംഘിക്കുന്നത് മൂലം ജാമ്യം ക്യാൻസലായിട്ട് റദ്ദാക്കപ്പെട്ടിട്ട് ജയിലിനുള്ളിലേക്ക് വരുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള തടവുകാർ നിരന്തരമായിട്ടിങ്ങനെ ജയിലിനുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ജാമ്യത്തിൽപ്പെട്ട് പുറത്തേക്ക് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കും. ചെറിയൊരു ഷോർട്ട് പീരീഡ് ആയിരിക്കും പലരും ഉണ്ടാവുക. ആദ്യം നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസസിൽ പെട്ട് ജയിലിനുള്ളിലേക്ക് വരുന്നവർ 1, 2, 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 15 ദിവസം, അപ്പോഴത്തേക്ക് അവർക്ക് ജാമ്യം കിട്ടുന്നു, അവർ പോകുന്നു. അവരതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ അവിടെ ലഭിക്കുന്ന ഒരു സാധാരണ സൗകര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും. അതേസമയം കുറച്ച് പേര്, കൂടുതൽ കേസുകളുള്ളവർ, ഈ സംവിധാനത്തെ കൂടുതൽ പരിചയമുള്ളവർ അവരവിടെ ഉണ്ടാവും. അവർ ഒന്നല്ലെങ്കിൽ മറ്റൊരു കേസിൽപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്തുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെ ജോലികളൊന്നുമില്ല. പകലും അവർ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു,
വീണ്ടും രാത്രിയും അവരത് തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. അവർക്ക് ആകെ ചർച്ച ചെയ്യാനുള്ള അവരുടെ കേസുകളെക്കുറിച്ച് മാത്രമാണ്. അല്ലെങ്കിൽ അവർ നടത്തുന്ന ചില വീരകൃത്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അവരുടെ പുറത്ത് നമ്മളൊരു കറക്ഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യമേ ഇല്ല. അത് കറക്ഷൻ ഉദ്ദേശിച്ചിട്ടുമില്ല ഈ റിമാൻഡ് തടവുകാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിമാൻഡിൽ പെടുന്ന തടവുകാർ അല്ലെങ്കിൽ അണ്ടർ ട്രയൽസ് എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുറത്ത് ഒരു കുറ്റവും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ സാധാരണ പൗരന്മാരെ പോലെയുള്ള അവകാശങ്ങൾക്കെല്ലാം അവർ അർഹരാണ് എന്നിരിക്കെ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പരാജയം. പലപ്പോഴും അവർ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ജയിലിനുള്ളിലേക്ക് മടങ്ങി വരികയോ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരമാക്കപ്പെടുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ഈ കാലത്ത് അവരനുഭവിക്കുന്ന ഒരു വിഷമാവസ്ഥകൾക്ക് അല്ലെങ്കിൽ കുറവുകൾക്ക് ഒരു ആശ്വാസമാകുന്നത്. പക്ഷേ മറിച്ച് ഒരു കേസിനകത്ത് സ്വതന്ത്രനാക്കപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ കുറ്റാരോപണത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ശിക്ഷയ്ക്കും വിധേയമാകാതെ വെറുതെ വിടുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജയിലിനുള്ളിൽ അത്രയും ദിവസം അനുഭവിച്ച വിഷമങ്ങൾക്ക്, പ്രത്യേകിച്ച് കുറവുകൾക്ക്, ന്യൂനതകൾക്ക്, സമ്മർദ്ദങ്ങൾക്ക്, ഈ അസ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ ഒരു തരത്തിലുള്ള വിലയും പരിഹാരവും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. 6 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 70 ദിവസം അല്ലെങ്കിൽ 2 വർഷം ഒക്കെ ജയിലിനുള്ളിൽ കിടന്നിട്ട് അയാളെ കേസിൽ അക്വിറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി അയാൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പക്ഷേ അന്നേരം അയാൾ ഈ ജയിലിനുള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള അത്രയും ദിവസം അയാൾ തറയിൽ കിടക്കുന്നു. അയാൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുന്നു. അയാൾ നൽകുന്ന വസ്ത്രം മാത്രം ഉടുക്കേണ്ടി വരുന്നു. അയാൾ മുറിക്കുള്ളിലേക്ക് കടക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കടക്കുന്നു, ഇറങ്ങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറങ്ങുന്നു. അയാൾ പൊതുവായിട്ടുള്ള കക്കൂസും കുളിമുറിയും ഒക്കെ ഉപയോഗിക്കുന്നു. അയാളുടെ പൂർണ്ണമായിട്ടുള്ള നഗ്നത പൂർണ്ണമായിട്ട് മറയ്ക്കാതെ തന്നെ അയാളുടെ ഒരു സ്വകാര്യതകളിലേക്കെല്ലാം കടന്ന് കയറുന്ന തരത്തിലേക്ക് ഈ സിസ്റ്റം പ്രവേശിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു പോരായ്മയാണ്. അത് നമ്മളുടെ ഇപ്പോഴത്തെ ആധുനിക സമൂഹത്തിനനുസരിച്ച് അതിൻ്റെ കാര്യത്തിനകത്ത് വ്യത്യാസം വരേണ്ടതായിട്ടുണ്ട്. ഈ അണ്ടർ ട്രയൽസോ അല്ലെങ്കിൽ റിമാൻഡേഴ്സിനോ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്ന ഒരു സിസ്റ്റമായിട്ട് ഇത് മാറണം. വേറെ എവിടെയും ജോലി കിട്ടാത്തവർ അല്ലെങ്കിൽ ഏറ്റവും മിനിമമായിട്ടുള്ള യോഗ്യത മാത്രമുള്ളവർ, വേറെ കാര്യങ്ങൾക്കൊന്നും വലിയ സാധ്യതകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ആൾക്കാർ, അങ്ങനെയായിരുന്നു ജയിലിലെ ഉദ്യോഗസ്ഥർ. അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു സെലക്ഷൻ്റെ കാലമുണ്ടായിരുന്നു ആ സമയത്ത്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ജയിലായിട്ട് അത് പ്രവർത്തിക്കുന്ന കാലത്ത് നല്ല ആരോഗ്യവും തണ്ടും തടിയും ഒക്കെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ ജയിലിൻ്റെ മുന്നിലൂടെ പോയാൽ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ജോലി ജയിലിനുള്ളിൽ കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവരങ്ങനെ ജയിലിലെ ജോലി പേടിച്ച് ആ ജയിലിൻ്റെ സമീപത്തേക്ക് വരാതെ തിരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഒരു വസ്തുതയായിരുന്നു. സാധാരണ രീതിയിൽ ശാരീരികമെടുക്ക് മാത്രമായിരുന്നു അന്ന് ജയിലിലെ ജോലിക്ക് അടിസ്ഥാനപരമായിട്ട് തീരുമാനിച്ചിരുന്നൊരു ഘടകം. അതുകൊണ്ട് തന്നെ ജയിലിനുള്ളിലേക്ക് ഒരു സാംസ്കാരിക വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു പിന്തുണ ഈ ജോലിക്ക് ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടും തടവുകാരുമായിട്ടുള്ള നിരന്തര സമ്പർക്കം വേണ്ടിവരുന്നൊരു മേഖലയാണ് എന്നുള്ളത് കൊണ്ടും ഒക്കെ അത്തരത്തിലുള്ള ഒരു വർക്ക് കൾച്ചറായിരുന്നു പലപ്പോഴും ജയിലിനുള്ളിൽ നിലനിന്നിരുന്നത്. പക്ഷേ കാലം മാറിയതനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെടുന്ന ആൾക്കാർ, ഒരുപാട് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ഈ ജോലിയിലേക്ക് വന്നു. അതിനനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ട്രെയിനിങ് സംവിധാനത്തിൻ്റെ കാലാവധി വ്യത്യാസം വന്നു, സിലബസിൽ വ്യത്യാസം വന്നു, അതിൻ്റെ സ്വഭാവത്തിലും നൽകുന്ന പരിശീലനത്തിൻ്റെ രീതികളിലുമൊക്കെ വലിയ വ്യത്യാസം വന്നു. നേരത്തെ ശരിക്കും കവാത്ത്, ആയുധം, ഈ 2 കാര്യങ്ങൾ മാത്രമായിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു നൽകിയിരുന്നത്. ആയുധം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഒരു പരേഡ് പഠിപ്പിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള ജയിൽ ട്രെയിനിങ് സ്കൂൾ എന്ന് പറയുന്നൊരു സംവിധാനമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിന് ഒരു ചെറിയ കാലയളവിൽ മാത്രമാണ് അങ്ങനെ പരിശീലനം നൽകുന്നത്. പക്ഷേ എന്നാൽ പിന്നീട് അതിൻ്റെ ജയിലിൻ്റെ രീതികൾ മാറിയതനുസരിച്ച് ഈ ഡ്യൂറേഷനിൽ വ്യത്യാസം വന്നു. 3 മാസം എന്നുള്ളതാക്കി, അതിനുശേഷം പിന്നീട് 6 മാസമാക്കി, 9 മാസം വരെ ഇപ്പോൾ ട്രെയിനിങ് നൽകുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആദ്യം ജോലി നൽകുക, പിന്നീട് ഇൻ സർവീസായിട്ട് ട്രെയിനിങ് നൽകുക എന്ന് പറയുന്നൊരു പരിമിതി ഇപ്പോഴും ഉണ്ട്. പക്ഷേ എന്നാലും ഈ കരിക്കുലം നന്നായിട്ട്, ട്രെയിനിങ്ങിൻ്റെ കരിക്കുലം വലിയ രീതിയിൽ പരിഷ്കരിച്ചു. അതായത് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന BPR&D അതിന് വേണ്ടിയിട്ടുള്ള സിലബസ് ഈ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ അത് ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള പരിശീലനം നൽകണം എന്ന് തീരുമാനിക്കപ്പെട്ടു. അതിനനുസരിച്ച് ഇപ്പോഴാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള
സബ്ജക്റ്റുകളൊക്കെ പഠിപ്പിക്കുന്നു, നിയമങ്ങൾ പഠിപ്പിക്കുന്നു, അതുപോലെ മനഃശാസ്ത്രപരമായിട്ടുള്ള രീതികൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജയിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിൽ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു. ആയുധം പ്രയോഗിക്കുകയും പരേഡ് നടത്തുകയും ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആയുധം ഉപയോഗിക്കാതെയുള്ള ചില കൊമ്പാറ്റ്, പ്രത്യേകിച്ച് ഈ കരാട്ടെ പോലെയുള്ള പരിശീലന പദ്ധതികൾ ഉണ്ട്, നീന്തലുണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്, യോഗ പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് ട്രെയിനിങ് മാറുകയും ട്രെയിനിങ്ങിൻ്റെ ക്വാളിറ്റി വ്യത്യാസപ്പെടുകയും ചെയ്തു. അത് ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് കാലം വ്യത്യസ്തമായിട്ടുള്ള തസ്തികകളിലൊക്കെ ജോലി ചെയ്യുകയും അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാകുകയും ചെയ്തപ്പോൾ ആ ട്രെയിനിങ്ങിലുള്ള വ്യത്യാസം ഞാൻ നന്നായിട്ട് എനിക്ക് അനുഭവപ്പെടുകയും പുതിയ രീതികൾ അവലംബിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളോ പ്രേരണകളോ ഒക്കെ മുന്നോട്ട് വെക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 2011-12 കാലഘട്ടങ്ങളിൽ ജില്ലാ ജയിൽ സൂപ്രണ്ടായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന ഞാൻ പ്രൊമോഷൻ ലഭിച്ച് ഞാൻ ചീമേനിയിലുള്ള ഓപ്പൺ ജയിലിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഓപ്പൺ ജയിലിലേക്ക് ചെല്ലുമ്പോൾ അതൊരു വലിയൊരു പ്ലാന്റേഷനാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ അവിടെ ആദ്യം പോയിട്ടുള്ളത്. അന്ന് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അത് ചീമേനിയിൽ ഒരു ഓപ്പൺ ജയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഓപ്പൺ ജയിൽ ഒരു വലിയൊരു പ്ലാന്റേഷനാണ്. ആ പ്ലാന്റേഷനകത്ത് ഒരു ഹോസ്റ്റൽ പോലെയുള്ള കെട്ടിടങ്ങൾ പണിയുന്നു. ആ കെട്ടിടത്തിനുള്ളിൽ തടവുകാർ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. അവിടേക്ക് നല്ല സ്വഭാവമുള്ള തടവുകാരെ മാത്രം പ്രവേശിപ്പിക്കുന്നു. അവർ അവിടുത്തെ ആ പ്ലാന്റേഷനിലെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓപ്പൺ എന്ന് പറയുമ്പോൾ തന്നെ മതിൽ, പൂട്ട് അല്ലെങ്കിൽ അഴികൾ ഇതൊന്നും ഇല്ലാത്ത ഒരു സംവിധാനമാണ്. അതിൻ്റെ ബൗണ്ടറി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന പോലെ തന്നെ തടവുകാർക്ക് താമസിക്കാൻ വേണ്ടി സാധിക്കും. അവരങ്ങനെയാണ് കഴിയുന്നത്. രണ്ടാമതായിട്ടാണ് ഈ ചീമേനിയിലെ ഓപ്പൺ ജയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതും ഒരു പ്ലാന്റേഷനാണ്. അവിടെ കാഷ്യൂ പ്ലാന്റേഷനാണുള്ളത്. തിരുവനന്തപുരത്തുള്ളത് റബ്ബർ പ്ലാന്റേഷനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം. തടവുകാർ അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു കമ്മിറ്റിയുടെ തീരുമാനത്തിനെ അധിഷ്ഠിതമാക്കിയാണ്. അത് സെൻട്രൽ ജയിലിൽ നിന്ന് മാത്രമാണ് ഓപ്പൺ ജയിലിലേക്ക് പ്രവേശിപ്പിക്കുക. സെൻട്രൽ ജയിലിൽ കഴിയുന്ന ദീർഘകാല തടവുകാരിൽ നിന്ന് ആരോഗ്യമുള്ളവർ, അതുപോലെ തന്നെ നല്ല സ്വഭാവമുള്ളവർ, പരോള് ലഭിച്ച് കൃത്യമായിട്ട് പോയി മടങ്ങി വന്നതായിട്ടുള്ള റെക്കോർഡുള്ളവർ, അത്തരത്തിലുള്ള ആൾക്കാരെ, ചില കുറ്റങ്ങളിൽ പെടുന്ന ആൾക്കാരെ അവിടേക്ക് വിടില്ല. ബാക്കിയുള്ളവരെ മാത്രം ആണ് അവിടേക്ക് സെലക്ട് ചെയ്യുന്നത്. ഒരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ടാണ് അവിടേക്ക് മാറ്റുക. അവിടെ ഉള്ള അഡീഷണലായിട്ടുള്ള 2-3 സൗകര്യങ്ങൾ അവർക്കുണ്ട്. അതിലൊന്ന്, ഓപ്പൺ ജയിലിലേക്ക് ഒരു ഹയർ വേജസ് സിസ്റ്റം ഉണ്ട്. തടവുകാർക്ക് ലഭിക്കുന്ന വേതനം അവിടെ കൂടുതലാണ്. മറ്റൊന്ന്, അവർക്ക് ലഭിക്കുന്ന പരോൾ 15 ദിവസം അധിക പരോൾ ലഭിക്കും. ആകെ 60 ദിവസം മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഇവർക്ക് 75 ദിവസം വരെ ഒരു വർഷത്തിൽ പരോൾ ലഭിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ അവരുടെ സൗകര്യം, അവരുടെ ഡയറ്റ് സ്കെയിലിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡയറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് പോകാൻ തടവുകാർ എപ്പോഴും ആഗ്രഹിക്കും. മറ്റൊന്ന്, ഈ നിയന്ത്രണങ്ങളുള്ള ക്ലോസ്ഡ് ജയിലിൽ നിന്ന് അല്ലെങ്കിൽ മീഡിയം സെക്യൂരിറ്റി ജയിലിൽ നിന്ന് മിനിമം സെക്യൂരിറ്റിയുള്ള ജയിലിലേക്ക് പോകുക എന്നുള്ളത് എല്ലാ തടവുകാരുടെയും ഒരു സ്വപ്നമാണ്. അങ്ങനെ തടവുകാർ അവിടേക്ക് പോകുന്നതിനെ അവർക്ക് വലിയ സന്തോഷത്തോടു കൂടിയാണ് അവരവിടേക്ക് പോകുന്നതും ആ സിസ്റ്റത്തിൽ താമസിക്കുന്നതും എല്ലാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ജയിലിനകത്ത് ലോക്കപ്പ്, അൺലോക്ക് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളൊന്നും ഓപ്പൺ ജയിലിലില്ല. അവർക്ക് ഒരു റോൾ കോൾ മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു റോൾ കോൾ, വൈകുന്നേരം ഒരു റോൾ കോൾ. ആദ്യം എല്ലാവരും ഉണ്ടോ എന്നുള്ള കാര്യം ഒരു എണ്ണമെടുത്ത് ബോധ്യപ്പെടും. വൈകുന്നേരം അതുപോലെ തന്നെ ഒരു 9 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് ശേഷമൊക്കെ റോൾ കോൾ ബോധ്യപ്പെടുന്നു. അതുപോലെ തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട്. മറ്റേത് ക്ലോസ്ഡ് പ്രിസണിൽ 7:15 മണിക്ക് ആരംഭിക്കുന്ന ജോലി അത് ഇത്ര മണിക്ക് അവസാനിക്കുന്നു. അത് വീണ്ടും 1:15 മണിക്ക് ഭക്ഷണത്തിന് ശേഷം തുടരുന്ന തൊഴിൽ 4 മണിയോടുകൂടി അവസാനിക്കുന്നു. ഈ രീതിയിൽ അവിടെ ഒരു ചിട്ടയുണ്ട്, അത് കറക്റ്റായിട്ട്. പക്ഷേ ഓപ്പൺ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ജോലി പ്ലാന്റേഷനിലെ ജോലി ആയതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ആരംഭിക്കേണ്ട ചില ജോലികളുണ്ട്. അതവർ സ്വമേധയാ തന്നെ അതിലേക്ക് വരികയും ആ ജോലി അങ്ങനെ നിർവഹിക്കപ്പെട്ടു പോവുകയും ചെയ്തു. രാവിലെ റബ്ബർ പ്ലാന്റേഷനിലേക്ക്
ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടാപ്പിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ വെളുപ്പിന് സാധാരണ ഒരു വീട്ടിൽ നിന്ന് തൊട്ട് ചുറ്റുപാടുള്ള തോട്ടത്തിലേക്ക് വീട്ടിലെ ഉടമസ്ഥൻ അല്ലെങ്കിൽ തൊഴിലാളി എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ തന്നെ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരങ്ങനെ പോകും. അതുപോലെ തന്നെ ഈ ഡയറി യൂണിറ്റുകളിൽ നേരത്തെ 5 മണിക്കോ അല്ലെങ്കിൽ 4:30 ഒക്കെ പശുക്കളെ കറക്കുക, അത് വൃത്തിയാക്കുക പോലെയുള്ള ജോലികൾ അവർ 4:30 മണിക്ക് തന്നെ ആരംഭിച്ചു എന്ന് വരും. അതുപോലെ കൃഷിപ്പണികളും മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ സമയം കണ്ടെത്തി അവരുടെ ആ സമയത്തിനനുസരിച്ച് അവർ തന്നെ ആ ഗ്യാങ്ങുകൾ തീരുമാനിക്കപ്പെട്ട് അതിനൊക്കെ വളരെ ഒരു സമ്മർദ്ദരഹിതമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവർ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുകയും ടാസ്ക് പൂർണ്ണമായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുകയുമാണ് ഓപ്പൺ ജയിലിലെ ഒരു സിസ്റ്റം. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അവർ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടാണ് ഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർക്ക് അനുമതിയുള്ളത്. ചെയ്യുന്നതിന് അങ്ങനെ അനുവദിക്കുകയും ചെയ്യും. അതുകൂടാതെ അവർക്ക് പോകുന്നുണ്ടേ ഉള്ള പരോളിന് പോകുന്ന കാലത്തുമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ബോണ്ടിൽ അവരെ റിലീസ് ചെയ്യുകയാണ്. പരോളിന് വേണ്ടിയിട്ട്, പരോൾ ഇറക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ വരികയോ ജാമ്യം നിൽക്കുകയോ അങ്ങനെ ഒന്നും ഒപ്പിട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യാനുള്ള നിർബന്ധമൊന്നും പലപ്പോഴും ഓപ്പൺ ജയിലിൽ ഉണ്ടാവാറില്ല. അവർക്ക് എനിക്ക് ഈ ഇത്രാം തീയതി പരോൾ ഡ്യൂ ആയിരിക്കുന്നു, ഈ ദിവസം എൻ്റെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുക്കുന്നതോടുകൂടി അവർക്ക് അവരെ റിലീസ് ചെയ്ത് അയക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊതുവേ ഒരു അധികാരത്തിൻ്റെ സമ്മർദ്ദം, നിരീക്ഷണത്തിൻ്റേതായിട്ടുള്ള ഒരു നിയന്ത്രണം, അത് കുറച്ച് കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഓപ്പൺ ജയിലിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ജയിൽ സിസ്റ്റം വളരെ വിജയകരമായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ്. 2 ജയിലുകളിലും കൂടി ഏതാണ്ട് 600-500-ലധികം തടവുകാർ ഈ 2 ജയിലുകളിലൂടെ കഴിയുന്നുണ്ട്. ഇതിനേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിൽ വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഓപ്പൺ ജയിലുണ്ട് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 200-300 തടവുകാരേ ഉള്ളൂ. അതിൽ തന്നെ ശിക്ഷാ തടവുകാർ കുറവാണ്. എന്നിട്ട് പോലും നമ്മൾ 12-13 ശിക്ഷാ തടവുകാർക്ക് വേണ്ടി മാത്രമായിട്ട് പൂജപ്പുരയിൽ സെൻട്രൽ ജയിലിനോട് ചേർന്ന് വനിതാ ഓപ്പൺ ജയിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വനിതാ ഓപ്പൺ ജയിൽ എന്നുള്ള രീതിയിൽ ഇൻഡിപെൻഡൻറ്റ് സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര ഓപ്പൺ ജയിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഓപ്പൺ ജയിലിൽ നിന്ന് സാധാരണഗതിയിൽ ഒരു തരത്തിലുള്ള ജയിൽ ശിക്ഷയ്ക്കിടയാക്കുന്ന കുറ്റങ്ങളും സാധാരണ രീതിയിൽ സംഭവിക്കാറില്ല ഓപ്പൺ ജയിലിലെ അന്തേവാസികളിൽ നിന്ന്. അവർ എല്ലായ്പ്പോഴും ജയിൽ നിയമങ്ങൾ അനുസരിക്കുകയും ജയിലിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുകയും ജയിലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഈ ഓപ്പൺ ജയിലിൻ്റെ ഹിസ്റ്ററിയിലൊക്കെ ഉള്ളത്. പക്ഷേ വളരെ അപൂർവമായിട്ട് ചിലപ്പോഴൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത്, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ആണ് തിരുവനന്തപുരം ഓപ്പൺ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എസ്കേപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാര്യം വരുന്നത്. അവിടുന്ന് 2 തടവുകാർ തടവ് ചാടി എന്നുള്ളതാണ്. അതിന് ഇടയാക്കിയൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ കാലത്ത് തടവുകാരുടെ പരോളിന് അനുമതിയുള്ള തടവുകാരുടെ റിലീസ് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയൊക്കെ ഇടപെടലിനെ തുടർന്ന് അത് ആ കാലഘട്ടത്തിൽ നമ്മൾ തടവുകാരെ മുഴുവൻ റിലീസ് ചെയ്തു. അത് പരോളിലുള്ള ആൾക്കാരെ, പരോളിന് അർഹരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ അവർ അനിശ്ചിതമായിട്ട് നമ്മൾ വീടുകളിലേക്ക് അയച്ചു. അവരോട് ജയിലിനുള്ളിലേക്ക് വരേണ്ടതില്ല, തൽക്കാലം നിങ്ങൾ വീട്ടിൽ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ റിലീസ് ചെയ്യുക ചെയ്തു. അപ്പോൾ ഓപ്പൺ ജയിലിനുണ്ടായൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ജയിലിലെ മുഴുവൻ തടവുകാരും പരോളിന് അർഹതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ജയിലിലെ മുഴുവൻ തടവുകാരെയും നമുക്ക് ഈ തരത്തിൽ റിലീസ് ചെയ്യേണ്ടി വന്നു. ഓപ്പൺ ജയിലിലെ മുഴുവൻ തടവുകാരൻ റിലീസാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സിസ്റ്റമുണ്ട്, അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സിസ്റ്റം. ആ സിസ്റ്റത്തെ അത് വലിയ രീതിയിൽ ബാധിച്ചു. അത് ജയിലിനുള്ളിൽ കുറേ മൃഗങ്ങളുടെ സംരക്ഷണമുണ്ട്, ഈ ആനിമൽ റെയറിങ് ഉണ്ട്, പശുക്കളുണ്ട്, അതുപോലെ തന്നെ പൗൾട്രി ഉണ്ട്, അതുപോലെ അങ്ങനെ തീറ്റ കൊടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട കുറേ ജീവികൾ അവിടെയുണ്ട്. അപ്പം അതിൻ്റെ സംരക്ഷണം മുഴുവൻ ഈ തടവുകാരാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ റബ്ബർ ടാപ്പിംഗ് നടക്കുന്നുണ്ട്. ഒരു ദിവസം ആയിരക്കണക്കിന് രൂപയുടെ വരുമാനം നൽകുന്ന റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുകയും അതിൻ്റെ പാലെടുക്കുക, റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ജോലികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ പച്ചക്കറി കൃഷി നടത്തിയിരിക്കുകയാണ്. അത് കൃഷി ഇറക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് വളം, വെള്ളം അതൊക്കെ നൽകി അവർ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നിർത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഉത്തരവുകൾ വരുന്നതും ഇതിനനുസരിച്ച് തടവുകാർ
റിലീസായി പോകുന്നു. അതോടുകൂടി ഈ ജോലികൾ തടവുകാരുടെ ചെയ്തിരുന്ന ജോലികളെല്ലാം ജീവനക്കാർ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. റബ്ബർ ടാപ്പിംഗ് ജീവനക്കാർ ചെയ്തു, അതുപോലെ തന്നെ പാലെടുക്കുന്നത് ജീവനക്കാർ ചെയ്തു, അവർ തന്നെ ഷീറ്റടിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്തു. ഈ പൗൾട്രി ഫാമിൽ, അതുപോലെ തന്നെ പിഗറിയിൽ, ഡയറി ഫാമിലൊക്കെ ജീവനക്കാർ അവർ ഈ ജോലികൾ ചെയ്തു, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ലെങ്കിൽ വലിയൊരു നഷ്ടം, അതുമല്ല അത്തരം ജീവികൾക്ക് ജീവഹാനി ഉണ്ടാകുന്ന അവസ്ഥയും വരും എന്നുള്ളതുകൊണ്ട്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത ഒരു തീരുമാനം അനുസരിച്ച് ഓപ്പൺ ജയിലിലേക്ക് അയക്കാൻ പറ്റാത്ത കുറച്ച് തടവുകാരെ നമ്മൾ സെൻട്രൽ ജയിലിൽ നിന്ന് അവിടേക്ക് അയക്കേണ്ടി വന്നു. കാരണം ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം നമ്പർ അവരെ നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി ആണ് അവിടേക്ക് അയച്ചത്. അതിൽ നിന്ന് പെട്ട ഒരു തടവുകാർ, അതായത് ഓപ്പൺ ജയിലിലെ യഥാർത്ഥത്തിലുള്ള അന്തേവാസികളല്ല, മറിച്ച് ഓപ്പൺ ജയിലിലേക്ക് അയക്കാൻ അർഹതയില്ലാത്ത കുറച്ച് തടവുകാരെ അവിടേക്ക് അയച്ചപ്പോൾ അതിൽ നിന്നുള്ള 2 പേര് എസ്കേപ്പ് ചെയ്തു. അവരെ നമുക്ക് റീഅറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതാണ് തിരുവനന്തപുരം ഓപ്പൺ ജയിലിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ സംഭവിച്ചത്. അതേസമയം മറ്റ് ജയിലുകളിലൊന്നും അത്തരത്തിലുള്ള മറ്റ് 2 വനിതകളുടെ ആണെങ്കിലും ചീമേനിയിലെ ഓപ്പൺ ജയിലിലും ജയിൽ കുറ്റങ്ങളുടെ ഒരു നില വളരെ താഴ്ന്നതാണ്. അവിടെ വളരെ ചെറിയ ചില കുറ്റങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ മൊബൈൽ ഫോണുകളുടെ സൂക്ഷിക്കൽ, ഉപയോഗിക്കൽ പോലുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നത് ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളിലൊക്കെ അവർ ലോ അബൈഡിങ് ആയിട്ട് തന്നെ ജയിൽ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ളൊരു നിലപാടാണ് തടവുകാർ ഓപ്പൺ ജയിലിൽ സ്വീകരിക്കുന്നത്. 40-50 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അയാൾ ഒരു മരത്തിലേക്ക് താഴെ ഉള്ള പച്ചക്കറി പടർത്തുന്നതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് ചരട് കെട്ടിക്കൊടുക്കുക. ആ ചരടുമായിട്ട് ഈ മാവിൻ്റെ മുകളിലേക്ക് കയറി അയാൾ പെട്ടെന്ന് കഴുത്തിൽ ആ ചെറിയ ചരട് കഴുത്തിൽ കുരുക്കിട്ടിട്ട് ആ മരത്തിൽ കെട്ടി പെട്ടെന്ന് ചാടുക. വെളിയിലെ അത് സാക്ഷിയായിട്ട് ഉദ്യോഗസ്ഥരും മറ്റു തടവുകാരും നിൽപ്പുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ സിനിമയിലെ ചില രംഗം പോലെ പെട്ടെന്ന് ചെയ്യുകയും വളരെ പെട്ടെന്ന് അയാൾ തൂങ്ങി നിൽക്കുകയും പെട്ടെന്ന് ജീവനക്കാരും അതുപോലെ തന്നെ തടവുകാരും ഇടപെട്ട് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു.